ടേബിൾ ഓഫ് കോമ്പൻസേഷൻ. പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഒരു ഒഫൻസ് സംഭവിച്ചാൽ പട്ടികജാതി വർഗ പീഡന നിരോധന നിയമപ്രകാരം ഒരു ഒഫൻസ് സംഭവിച്ചാൽ അതിനെങ്ങനെയാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ടേബിൾ പട്ടിക കൊടുത്തിട്ടുണ്ട്. അതിലെ 11 വരെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിലെ 12ാമത്തതാണ് ഇനി പറയുന്നത്. ഈ പുസ്തകം ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ പുസ്തകം വാങ്ങി സൂക്ഷിക്കണം, കസ്റ്റഡിയിൽ വെക്കണം. SC/ST ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു സുപ്രധാനമായ വിധി ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. SC/ST ആക്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മിസ്യൂസ് ചെയ്യുന്നെങ്കിൽ മിസ്യൂസ് ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ, SC/ST ആക്ട് മിസ്യൂസ് ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടാൽ FIR റദ്ദ് ചെയ്യുന്നതിനും FIR ക്വാഷ് ചെയ്യുന്നതിനും 173 റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് കോഷ് ചെയ്യുന്നതിനും ചാർജ് ഷീറ്റ് കോഷ് ചെയ്യുന്നതിനുമൊക്കെ കോടതിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന സുപ്രധാനമായൊരു വിധി ഇന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരാതി എഴുതി കൊടുക്കുമ്പോഴൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ SC/ST ആക്ട് പ്രകാരമുള്ള കേസുകൾ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ലൂപ്പ് ഹോളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം. ജാതീയ പീഡനമാണ് എന്നും പ്രോസിക്യൂഷൻ്റെ, അതായത് പരാതിക്കാരൻ്റെ ബാധ്യതയാണ് ജാതീയ പീഡനം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കേണ്ടത്. അതിൻ്റെ ജഡ്ജിമെൻറ്റ് കേരള ലോ ടൈംസിൽ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ദിവസം ആ ജഡ്ജിമെൻറ്റ് ചർച്ച ചെയ്യാവുന്നതാണ്. നോക്കൂ, വോട്ട് ചെയ്യുന്നതിൽ നിന്നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ നിന്നും പട്ടികജാതിക്കാരനെ, പട്ടികവർഗക്കാരനെ, പട്ടികജാതിക്കാരിയെ, പട്ടികവർഗക്കാരിയെ തടഞ്ഞാൽ ഇരയാക്കപ്പെട്ടയാൾക്ക് 85,000 രൂപയിൽ താഴെ പറയുന്ന രീതിയിൽ കോമ്പൻസേഷൻ അനുവദിക്കണം. അപ്പോൾ ഒരാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു, പട്ടികജാതിക്കാരനാണ് എന്ന പേരിൽ അയാളെ തടയുന്നു. വോട്ട് ചെയ്യാൻ പോകുന്നു, അയാളെ തടഞ്ഞാൽ 85,000 രൂപ കോമ്പൻസേഷൻ കിട്ടും. പഞ്ചായത്തിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളെ, പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളെ ബലമായോ ഭയപ്പെടുത്തിയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയോ അയാളെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരുന്നാൽ SC/ST ആക്ടിൻ്റെ പരിധിയിൽപ്പെടും 3(1)M. അപ്പം പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നൊരു ജീവനക്കാരനെ അല്ലെങ്കിൽ ജീവനക്കാരിയെ, SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ ജോലിയിൽ നിന്ന് ഭയപ്പെടുത്തി തടസ്സപ്പെടുത്തിയാൽ SC/ST ആക്ട് 3(1)M പ്രകാരം കേസെടുക്കും. 85,000 രൂപ കോമ്പൻസേഷൻ ലഭിക്കും. കലഹം സൃഷ്ടിക്കൽ, സാമൂഹിക സാമ്പത്തിക ബഹിഷ്കരണം നടപ്പാക്കുക. സാമൂഹികമായി ഞങ്ങൾ ഒറ്റപ്പെടുത്തി കളയും, സാമ്പത്തികമായി നിങ്ങളെ ബഹിഷ്കരിച്ച് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ, ഇപ്പോൾ ഏതോ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഏതോ ഒരു നേതാവ് ഏതോ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പട്ടികജാതിക്കാരിയായ നേതാവിനോട് പറഞ്ഞ് മര്യാദയ്ക്കൊക്കെ ജീവിച്ചു പോകണം, ഇല്ലെങ്കിൽ നീ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കേണ്ടി വരും, അല്ലേ? ഇതൊരു ഭീഷണിപ്പെടുത്തതല്ലേ, ഒരു അപമാനിക്കലല്ലേ? SC/ST ആക്ടിൻ്റെ പരിധിയിൽ കേസ് നിൽക്കുമോ? നിൽക്കും. പറഞ്ഞ മനസ്സിലായോ? കലഹം സൃഷ്ടിക്കുകയും സാമൂഹികവും സാമ്പത്തികമായി ബഹിഷ്കരിക്കുകയും ചെയ്താലും 85,000 രൂപ കോമ്പൻസേഷൻ ലഭിക്കും.
അപ്പോൾ ഏതെങ്കിലും പ്രദേശത്ത് പട്ടികജാതിക്കാർ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് മനഃപൂർവ്വം കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചാൽ ഇത് ലഭിക്കുന്നതാണ്. അടുത്തത്, ഈ നിയമപ്രകാരമുള്ള ഏതെങ്കിലും കുറ്റം വോട്ട് ചെയ്യുന്നതിനു ശേഷമാണെങ്കിൽ, ഇപ്പം നമ്മൾ SC/ST ആക്ടിൻ്റെ പരിധിയിൽ 3 മുതൽ 3(1) Z വരെ അനേകം ഒഫൻസുകൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടക്കുന്ന ഏതെങ്കിലും ഒരു ഒഫൻസ്, കുറ്റകൃത്യം, ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തില്ല എന്നതുകൊണ്ട് ആണെങ്കിൽ, എലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒഫൻസ് നടക്കുന്നതെങ്കിൽ 85,000 രൂപ കോമ്പൻസേഷൻ കിട്ടും. 3(1) P പ്രകാരം ഒഫൻസാണ്. അടുത്തത്, വ്യാജമായും വിദ്വേഷത്തോടെയും ഉപദ്രവിക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ സ്വീകരിച്ചാൽ, അതായത് കള്ളക്കേസ് കൊടുത്താൽ, വ്യാജമായും ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ തുടങ്ങുകയാണെങ്കിൽ, വിദ്വേഷത്തോടു കൂടിയും നിയമ നടപടികൾ തുടങ്ങിയാൽ, കള്ളക്കേസ് കൊടുത്ത് ഏതെങ്കിലും പട്ടികജാതിക്കാരനെയോ പട്ടികവർഗക്കാരനെയോ പ്രതി ചേർത്താൽ SC/ST ആക്ടിലെ 3(1) P പ്രകാരം കേസെടുക്കുന്നതാണ്. 85,000 രൂപയാണ് കോമ്പൻസേഷൻ. ഓക്കെ.